أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1152 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 4-5 ആയത്തുകളുടെ 2-ാം ദിവസ തുടർ പഠനമാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. صدق الله العلي. സൂറത്തുൻ നൂറിലെ 4-5 ആയത്തുകളുടെ പഠനമാണ് നമ്മൾ ഇന്നലെ ഭാഗികമായിട്ട് നിർവഹിക്കേണ്ടത്. ഈ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുള്ളത് കൊണ്ടാണ് മറ്റൊരു ദിവസം കൂടി ഇതിനായിട്ട് നീക്കിവെക്കുകയുണ്ടായത്. ഈ 2 ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് ചരിത്രവതികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞു പ്രചരിപ്പിക്കുന്ന, ഖദഫ് നടത്തുന്ന, വ്യഭിചാരാരോപണം നടത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണ് എന്നതാണ്. വ്യഭിചാരാരോപണം നടത്തുകയും 4 സാക്ഷികളെ ഹാജരാക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫജ്ലിദൂഹും 80 ജൽദത്തൻ, അവരെ 80 അടി വീതം അടിക്കുക. വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ, പിന്നീട് ഒരിക്കലും തന്നെ അവരിൽ നിന്ന് യാതൊരു സാക്ഷ്യവും നിങ്ങൾ സ്വീകരിക്കരുത്. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവര് ദുർമാർഗികളാണ്, തമ്മാടികളാണ്. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു, പശ്ചാത്തപിച്ച് മടക്കുകയും അതുപോലെ കർമ്മങ്ങൾ നല്ലതാക്കി മാറ്റുകയും ചെയ്തവരൊഴികെ. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയമായിട്ടും അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങുകയും സൽക്കർമ്മികളായി മാറുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം ആളുകളെ കാര്യത്തില് അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പുറത്തു കൊടുക്കുന്നവനും കരുണ ചൊരിയുന്നവനും തന്നെയാണ് എന്നാണ് ഈ 2-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ 3 വിഷയങ്ങള് ഈ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ഒന്ന്, ഈ ഖദഫിനുള്ള, വ്യഭിചാരാരോപണത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെടണമെങ്കിൽ ആ ആരോപണം നടത്തുന്ന ആള് എങ്ങനെയായിരിക്കണം, രണ്ടാമത് ആരോപിതനായ വ്യക്തി എങ്ങനെയായിരിക്കണം, മൂന്നാമത് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എങ്ങനെയായിരിക്കണം. ഈ 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും വീണ്ടും പോകുന്നില്ല.
ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അയാള് ഖദ്ഫിനുള്ള ശിക്ഷ അർഹിക്കുന്നവനായി മാറണമെങ്കിൽ ഒന്നാമത് അയാൾ പ്രായപൂർത്തി എത്തിയ ഒരാളായിരിക്കണം. കുട്ടികളാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അതിന് ചെറിയ അച്ചടക്ക നടപടികളൊക്കെ മാത്രമേ വേണ്ടതുള്ളൂ, ഹദ്ദ് വേണ്ടതില്ല. ഹദ്ദ് എന്നത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷാവിധിയാണ്. അത് ബാധകമാവുന്നത് ഈ കുറ്റകൃത്യം ചെയ്തത് മുതിർന്ന ആളുകളാകുമ്പോഴാണ്. ആണായാലും പെണ്ണായാലും മുതിർന്ന സ്ത്രീ പുരുഷന്മാരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഈ വ്യഭിചാരാരോപണം നടത്തുന്നതെങ്കിൽ മാത്രമാണ് അവര് ഹദ്ദിന് അർഹതയുള്ളവരായി മാറുക. രണ്ടാമത്തത്, ബുദ്ധിസ്ഥിരതയുള്ള ആളാവണം. എന്തെങ്കിലും മനോവിഭ്രാന്തിയുള്ളതോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം അനുഭവിക്കുന്നതോ ഒക്കെ ആയ ആളാണെങ്കിൽ, അങ്ങനെ ഒരാളാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ അതിനും ഈ വിധത്തിലെ ഹദ്ദ് ഒരു ശിക്ഷയായിട്ട് ഇസ്ലാം നൽകുന്നില്ല. എന്നാൽ അവർക്ക് ചില അച്ചടക്ക നടപടികളൊക്കെ വേണ്ടി വരുമെങ്കിൽ, യുക്തമാണെങ്കിൽ അത് ന്യായാധിപന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. ബുദ്ധിമാന്ദ്യത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരതയില്ലായ്കയുടെ സ്വഭാവം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു നടപടി, അത്രയേ ഉള്ളൂ. അതുപോലെ ഈ ആരോപണം എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ പേരിൽ നടത്തിയതാണെങ്കിൽ അതിന് ഹദ്ദ് നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ 80 അടി ശിക്ഷ അർഹിക്കുന്ന വിധത്തില് അതായിക്കൊള്ളുന്നില്ല. സ്വമേധയാ ആണ് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ശിക്ഷക്ക് അയാൾ അർഹനായി മാറും. എന്നാൽ എന്തെങ്കിലും അതിശക്തമായ സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധിതരായിക്കൊണ്ടോ ഒക്കെയാണ് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ, ആരോപണം ഉന്നയിക്കാൻ അയാള് ചില സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അതിന് ഒരു പരിഗണന നൽകപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ആരോപിതന്റെ പിതാവ്, പിതാമഹൻ ഇങ്ങനെയൊക്കെയുള്ളവരാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ അക്കാര്യത്തിലും അവരെ അതിന്റെ പേരിൽ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയില്ല. അത് ഈ ഫുഖഹാക്കളുടെ യോജിപ്പോടുകൂടിയുള്ള ചില നിരീക്ഷണങ്ങളാണ്. അതിന് ഒരു കാരണം, അവര് ഉദ്ദേശപൂർവം അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും തന്നെ അന്യായമായിട്ടോ തെറ്റായ വിധത്തിലോ ആവുകയില്ല എന്ന അസംഷനിലാണ്. അതേസമയത്ത് അവർക്കിടയിൽ വല്ല ശത്രുതയും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇളവ് ബാധകമാവുകയും ഇല്ല. അപ്പോ സംസാരശേഷി വേണം ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾ. സംസാരിക്കാൻ കഴിയുന്ന ആളായാലും മാത്രമേ ശിക്ഷക്ക് അർഹനാവുള്ളൂ എന്നാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിക്കുന്നത്. സംസാരിക്കാതെ തന്നെ കാര്യങ്ങൾ വിശദമാക്കാൻ കഴിയുന്ന, മനസ്സിലാകുന്ന വിധത്തിൽ അത് വ്യക്തമാക്കാൻ കഴിയുന്ന ആളായാലും മതി ശിക്ഷക്ക് അർഹനാകാൻ എന്നാണ് ഇമാം ഷാഫി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആരോപകൻ, ഈ ആരോപണം ഉന്നയിക്കുന്ന ആള് ശിക്ഷക്ക് അർഹനായിട്ട് പരിഗണിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അതിന് ഇസ്ലാമിക പണ്ഡിതന്മാരും ഫുഖഹാക്കള് എത്തിച്ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ ഫ്രെയിം ചെയ്തിട്ടുള്ള നിബന്ധനകൾ. ഇത് ഖുർആനിലെ ആയാത്തുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളാണ്. ഇനി ഖദ്ഫിന്റെ ശിക്ഷ നടപ്പിലാക്കപ്പെടണമെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ എങ്ങനെയുള്ള ആളാവണം എന്നതും ഇസ്ലാമിക പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യഭിചാരാരോപണം നടത്തിയത് ആർക്കെതിരിലാണോ ആ വ്യക്തി ബുദ്ധിസ്ഥിരതയുള്ള ആളാവണം. ഒരു മൈനറോ അല്ലെങ്കിൽ ഭ്രാന്തോ മനോരോഗമുള്ള ആളായിക്കൂടാ. അതുപോലെ അത്തരം ആളുകൾക്ക് വ്യഭിചാരത്തിന് തന്നെ ശിക്ഷയില്ലാത്തതാണ്.
വ്യഭിചാരത്തിന് ശിക്ഷയില്ലാത്ത തരം ആളുകളുടെ മേലാണ് ഈ വ്യഭിചാര ആരോപണം നടത്തിയിട്ടുള്ളതെങ്കിൽ അങ്ങനെ ആരോപണം ഉന്നയിച്ച ആൾക്ക് അതിന്റെ പേരിൽ ഖദഫിനുള്ള ശിക്ഷ നൽകപ്പെടുന്നതല്ല എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള പൊതു ധാരണ. പ്രായപൂർത്തിയെത്തിയ ആളാവണം. ഈ ആരോപിക്കപ്പെടുന്ന ആളൊരു കുട്ടിയാണ്. ഒരു കുട്ടിയെ കുറിച്ചാണ് വ്യഭിചാര ആരോപണം നടത്തിയിട്ടുള്ളതെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയില്ല. മറ്റൊന്ന്, ഈ ആരോപിതൻ മുസ്ലിം ആയിരിക്കണം. കാരണം ഇത് മുസ്ലിങ്ങൾക്ക് നടപ്പിലാക്കപ്പെടുന്ന ശിക്ഷയാണ് എന്നതുകൊണ്ടാണ് ഈ ആരോപണത്തിന് വിധേയമായ ആള് മുസ്ലിം ആണെങ്കിലേ അതിന്റെ പേരിൽ ഖദഫ്, ഈ കുറ്റാരോപണം നടത്തിയതിന്റെ പേരിൽ ശിക്ഷ അർഹിക്കുന്ന ആളായി മാറുകയുള്ളൂ എന്ന ഒരു അഭിപ്രായം, അല്ലെങ്കിൽ പ്രബലമായ ഒരു അഭിപ്രായ നിബന്ധനയായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യഭിചാരത്തിന് ശിക്ഷ ലഭിക്കുന്ന, ഉദാഹരണത്തിന് വിവാഹിതനായ വ്യഭിചാരിയാണെങ്കിൽ എറിഞ്ഞു കൊല്ലപ്പെടുന്ന വിധത്തിലുള്ള ശിക്ഷ നൽകപ്പെടുന്ന ഒരു സ്റ്റേറ്റസിലുള്ള സ്വതന്ത്രനായിരിക്കണം ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആള്. അടിമത്തത്തിന്റെ അവസ്ഥയിലുള്ള ആളെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയതിന്റെ പേരിൽ ഖദഫിനുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെടുകയില്ല എന്നാണ് ഫുഖഹാക്കളുടെ യോജിപ്പോടു കൂടിയുള്ള ഒബ്സർവേഷൻ. അതുപോലെ ജീവിതം പൊതുവായിട്ട് വിശുദ്ധിയുള്ളതായ ഒരാളാവണം. ഈ ആരോപണത്തിന് വിധേയമായ ആള് ഓൺ ദ ഹോൾ വളരെ മോശമായ ജീവിത പശ്ചാത്തലമുള്ള ആളാണ്. ഒരുപാട് അധാർമികതയിലും ഒഴുകി കഴിയുന്ന, നിരന്തരം അത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന ഒരാളാണ് എങ്കിൽ അയാളെ കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഖദഫിന്റെ ശിക്ഷ നടപ്പിലാക്കുക എന്നത് അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പോ പവിത്രമായ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരാളാവണം. ഒരു മാനം കെട്ട് ജീവിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടായാൽ അതിന്റെ പേരിൽ ഖദഫ് നടപ്പിലാക്കുക എന്നത് അംഗീകരിക്കപ്പെടുന്നില്ല. അതുപോലെ വ്യഭിചാരാരോപണത്തിന് വിധേയനായ ഒരാള് ഒരു മൈനറാവുക, കുട്ടിയാവുക, അല്ലെങ്കിൽ ഭ്രാന്തനാവുക, സത്യനിഷേധി, അടിമ, ദുസ്വഭാവി, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലുള്ള ആളാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച വിധത്തില് ആരോപണം ഉന്നയിച്ച ആളുടെ മേൽ ഖദഫ് എന്നുള്ള ശിക്ഷ നടപ്പിലാക്കാൻ മാത്രം ഉള്ള ഒരു വിഷയമായിട്ട് അത് അംഗീകരിക്കപ്പെടുകയില്ല. ഇനി മൂന്നാമത്തെ വിഷയം, ഈ ആരോപണം എന്താണ്? ഇവിടെ ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് എന്നതാണ്. അത് സംബന്ധമായിട്ട് വല്ല നിബന്ധനകളും ഈ വ്യഭിചാരാരോപണത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടതുണ്ടോ എന്നതാണ് മൂന്നാമത്തെ ഒരു വിഷയം. വ്യഭിചാരാരോപണം വളരെ പ്രത്യക്ഷമായി പരസ്യമായി നടത്തുന്ന രീതി ഉണ്ടാവാം. അതുപോലെ പരോക്ഷമായിട്ട് ചില പദപ്രയോഗങ്ങളിലൂടെ വ്യഭിചാരാരോപണം നടത്തുന്ന രീതിയും ഉണ്ടാകാം. ഉദാഹരണത്തിന് ചിലര് ഒരാളെ പരാമർശിച്ചുകൊണ്ട് ഹറാം പിറന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹറാം, ഇബ്നുൽ ഹറാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ടും അവന്റെ മാതാപിതാക്കള് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രയോഗത്തിൽ. അതിന്റെ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ആരെക്കുറിച്ചാണോ ഹറാം പിറന്നവൻ ഇബ്നുൽ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ളത്, അവന്റെ ഉമ്മയും ഉപ്പയും തെറ്റുകാരായിരുന്നു, അവര് സിന ചെയ്തിരുന്ന ആളുകളാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതുപോലെ വേറൊരു പ്രയോഗം, ആളുകള് ശണ്ട കൂടുമ്പോ എന്നാലും ഞാന് വ്യഭിചാരിയൊന്നുമല്ല എന്ന് പറയുമ്പോ, ഞാൻ വ്യഭിചാരിയല്ല എന്ന് പറയുമ്പോ അതിന്റെ പരോക്ഷമായ സൂചന ആരോടാണോ ഈ ഉരുളക്ക് ഉപ്പേരി പോലെയുള്ള മറുപടി കൊടുക്കുന്നത് അയാള് അങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കലാണ്. ഞാൻ അങ്ങനെയല്ല, രണ്ടാളേ ഉള്ളൂ തർക്കത്തിൽ ഏർപ്പെടുന്നത്, അവരിൽ ഒരാൾ പറയാ ഞാൻ വ്യഭിചാരിയൊന്നുമല്ല,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ടാണോ ചണ്ട കൂടുന്നത് അയാൾ അങ്ങനെയാണ് എന്നത് പരോക്ഷമായിട്ട് പറയലാണ്. അതുപോലെ എന്റെ ഉമ്മ വ്യഭിചരിച്ചുണ്ടാക്കിയതല്ല എന്ന വിധത്തിൽ ഒരാൾ പറയുകയാണെങ്കിൽ അതിന്റെയും പരോക്ഷമായിട്ടുള്ള സൂചന നീ അങ്ങനെയാണ് എന്നതാണ്. നിന്റെ മാതാപിതാക്കള് വ്യഭിചരിച്ച് ആണ്, വ്യഭിചാരത്തിന്റെ സന്തതിയായിട്ടാണ് നീ ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ അതിലും പരോക്ഷമായിട്ടൊരു വ്യഭിചാര ആരോപണമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങള് ലാഘവത്തില് ചെയ്യുന്നത് യഥാർത്ഥത്തില് വ്യഭിചാരാരോപണത്തിന്റെ ശിക്ഷ നേരിട്ട് അർഹിക്കുന്ന ഒരു വിഷയമാവുകയില്ല. പക്ഷെ ചില ഘട്ടങ്ങളില് അത്തരം സംസാരത്തിന് വ്യഭിചാരാരോപണത്തിന് നൽകപ്പെടുന്ന ശിക്ഷ നൽകുകയും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, അതുപോലെ അലി റളിയല്ലാഹുവിന്റെ കാലത്തും ഒക്കെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന് ആളുകളോട് അത് കേൾപ്പിക്കുകയും എന്നിട്ട് എന്താണ് ഈ പറഞ്ഞതിന്റെ സൂചനയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചപ്പോ അത് അവര് നൽകിയ മറുപടി, ഉദാഹരണത്തിന് ഒരു വാചകം ഇങ്ങനെയാണ്: എന്റെ ഉപ്പ വ്യഭിചാരിയും ഉമ്മ വ്യഭിചാരിണിയും ആയിരുന്നില്ല എന്നൊരാൾ പറഞ്ഞത് എന്താണ് ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചപ്പോ ആ കേട്ട് നിന്ന ആളുകൾ പറഞ്ഞത് ഇതരന്റെ എന്ന് പറഞ്ഞാൽ ആരോടാണോ ഇത് പറഞ്ഞിട്ടുള്ളത് അവന്റെ മാതാപിതാക്കള് സിന ചെയ്തവരാണെന്നാണ് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ കേൾവിക്കാർ അങ്ങനെ പറഞ്ഞപ്പോ ഈ വാചകം ഉരുവിട്ട ആൾക്കെതിരില് ഖദഫിനുള്ള വ്യഭിചാര ആരോപണത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കിയ സംഭവം ഉമർ റളിയല്ലാഹുവിന്റെയും അതുപോലെ അലി റളിയല്ലാഹുവിന്റെയും ഒക്കെ കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ ആ ആരോപണത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് ന്യായാധിപന്റെയോ ഭരണാധികാരികളുടെയോ ഇതിൽ വിധി നടപ്പിലാക്കുന്നവരുടെയോ ഒക്കെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഇത് നടപ്പിലാക്കപ്പെടുന്നത്. വളരെ ലാഘവത്തില് തമാശയായിട്ടൊക്കെ പറഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ചല്ല, പക്ഷെ ഗൗരവത്തിലൊരു വാചകം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെ ഒരു വ്യഭിചാരാരോപണത്തിന്റെ സ്വരം ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാന് ന്യായാധിപന് അയാളുടെ ബുദ്ധിവൈഭവവും വിലയിരുത്താനുള്ള കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാവുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതുപോലെ വ്യഭിചാര ആരോപണം ആരെങ്കിലും നടത്തി എന്നൊരു വിഷയമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് ശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നതാണ് വേറൊരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം. അപ്പൊ ഇതില് ആർക്കെതിരിലാണ് വ്യഭിചാര ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അയാള് പരാതിക്കാരനായി വരുന്നെങ്കിൽ അയാൾക്കെതിരിൽ ആക്ഷേപം ഉന്നയിച്ചവർക്കെതിരിൽ നടപടിയെടുക്കാൻ അയാൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് അതില് നടപടിയെടുക്കാവുന്നതാണ്. അപ്പൊ ആരോപണം ഉന്നയിച്ച ആൾക്ക് അത് ആരോപണം ഉന്നയിച്ചു എന്നത് സ്ഥാപിതമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അപ്പോ വ്യഭിചാര ആരോപണം എന്തെങ്കിലുമൊക്കെ ഒത്തുതീർപ്പാക്കാവുന്ന ഒരു കുറ്റമല്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. വ്യഭിചാരം പോലെ തന്നെ വ്യഭിചാരം നടത്തിയ ആളുകള് അതിലെ പങ്കാളികൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പാക്കി പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല വ്യഭിചാരം. അതേപോലെ തന്നെയാണ് വ്യഭിചാര ആരോപണവും. കേസ് കോടതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വിഷയം പഠിച്ച് അതിൽ അന്വേഷണം നടത്തി കാര്യങ്ങൾ തെളിയിച്ചതിന് ശേഷം അത് ഈ ആരോപണം ഉണ്ടായി എന്നത് സത്യമാണെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ആരോപണം ഉന്നയിച്ച ആൾക്ക് നൽകപ്പെടുന്നതല്ല. അയാൾക്ക് ഹദ് നടപ്പിലാക്കപ്പെടും. മാപ്പ് നൽകാൻ അക്കാര്യത്തില് ന്യായാധിപനോ അല്ലെങ്കിൽ ആർക്കെതിരിലാണ് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് അയാൾക്കോ യാതൊരു ഇടപെടലിനും പഴുതില്ല.
ആ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടതാണ് എങ്കിൽ ശിക്ഷ നടപ്പിലാക്കൽ നിർബന്ധമാണ്. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തില് നൽകപ്പെടുന്നതല്ല, നൽകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ ആരോപിതന് പിഴ വാങ്ങിയിട്ട് സെറ്റിൽ ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് പരിഹരിക്കുകയെ അങ്ങനെയുള്ള ഒരു സംഗതി അതില് ഇല്ല. ശിക്ഷയിൽ നിന്ന് മുക്തനാകാൻ അയാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. തഅഫു അൽ ഹുദൂദ് ഫീമാ ബൈനക്കും. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളില് അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കപ്പെടുന്ന കാര്യത്തില് നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുന്നവരാകുക. ഫമാ ബലഗനി മിൻ ഹദ്ദിൻ ഫഖദ് വജബ്. ഹദ് നടപ്പിലാക്കപ്പെടേണ്ട എന്തെങ്കിലും വിഷയം എന്റെ മുന്നിൽ എത്തുകയാണെങ്കിൽ അത് നടപ്പിലാക്കല് അനിവാര്യമായി, നിർബന്ധമായി. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് എന്റെ അടുക്കൽ എത്താതെ തന്നെ നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അത് ശിക്ഷാവിധി നടപ്പിലാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. എന്നാൽ കോടതിയിൽ ന്യായാധിപന്റെ മുന്നിൽ അത് എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഘട്ടത്തിൽ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തന്നെയാണ് വിഷയം എത്തിക്കഴിഞ്ഞാൽ അത് ശിക്ഷ നടപ്പിലാക്കൽ നിർബന്ധമായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആരോപണം നടത്തിയതിനെതിരില് ഒരാൾക്ക്, ആരോപിതനായ ആൾക്ക് കേസ് കൊടുക്കാൻ, പരാതിപ്പെടാൻ അവകാശമുണ്ട്. ഇനി ആരോപിതനായ ആള് മരിച്ചുപോയി എങ്കിൽ അയാളുടെ അനന്തരാവകാശികൾക്ക് അയാൾക്ക് വേണ്ടി കോടതിയിൽ വിഷയം കൊണ്ടുവരാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പോ വാപ്പ മരിച്ചുപോയി, വാപ്പായുടെ പേരിൽ ആരെങ്കിലും ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിൽ വാപ്പ മരിച്ചുപോയി എങ്കിൽ പോലും ആ വിഷയത്തിൽ നീതി തേടിക്കൊണ്ട് മക്കൾക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അനന്തരാവകാശികൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുപോലെ ഹദ്ദിൽ നിന്ന്, ഈ വ്യഭിചാരാരോപണത്തിനുള്ള ശിക്ഷയിൽ നിന്ന് ആരോപിച്ച ആള് രക്ഷപ്പെടാൻ ഇസ്ലാമിൽ ഒരേ ഒരു വഴിയുള്ളൂ. അത് അയാൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന് സാക്ഷികളായിട്ട് 4 പേരെ ഹാജരാക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷാർഹനാണ് എന്നതാണ് ഇസ്ലാമിന്റെ ഇത് സംബന്ധമായിട്ടുള്ള വിധി. അപ്പോ വ്യഭിചാര ആരോപണ കുറ്റം ചുമത്തപ്പെട്ട ആള് നിരപരാധിത്വം തെളിയിക്കപ്പെടാതിരുന്നാൽ ഇയാളുടെ കാര്യത്തില് ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് എങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നില്ല എങ്കിൽ 3 ദൈവിക നിർദ്ദേശങ്ങൾ അയാളുടെ പേരിൽ സ്ഥാപിതമാവുകയാണ്. ഒന്ന്, അയാൾക്ക് 80 അടി അർഹിക്കുന്നവനായിട്ട് മാറും. രണ്ടാമത്തത്, പിന്നീട് ഒരിക്കലും അയാളെ ഒരു സാക്ഷ്യത്തിനും പരിഗണിക്കപ്പെടുന്നതല്ല. മൂന്നാമത്തത്, അയാള് ഫാസിഖ് എന്ന അധർമ്മി അല്ലെങ്കിൽ തമ്മാടി എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റസിലാണ് അയാൾ ഉണ്ടാവുക. പശ്ചാത്തപിച്ചു മടങ്ങിയാൽ, അതുപോലെ സുഹൃതങ്ങളിൽ ഏർപ്പെടുന്നവനായി മാറിയാൽ അവരൊഴികെ എന്ന് ഖുർആൻ തുടർന്ന് പറയുന്നത് കാണാം. പക്ഷെ അത് ആ പശ്ചാത്താപം കൊണ്ട് ശിക്ഷയിൽ നിന്ന് അയാൾ മുക്തനാവുകയില്ല. 80 അടി അടിക്കുക എന്നുള്ള ശിക്ഷ അയാളുടെ കാര്യത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ പിന്നീട് സാക്ഷ്യം സ്വീകരിക്കുന്നതും അംഗീകരിക്കപ്പെടുകയില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ മൂന്നാമത്തെ വിവരണം, ഫാസിഖായിട്ട് പരിഗണിക്കപ്പെടുക എന്നത്, അത് എക്കാലത്തും അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന നിലപാടും പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത് കാണാം. അപ്പോ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളായി മാറിയാൽ പിന്നീട് അയാളെ ഫാസിഖ് എന്ന നിലക്ക് കാണാൻ പാടില്ല. പക്ഷെ അയാളുടെ സാക്ഷ്യം തുടർന്ന് എന്തെങ്കിലും കാര്യത്തിൽ സ്വീകരിക്കുകയോ അയാൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകുകയോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് ചില, അല്ലെങ്കിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്.
ചില പണ്ഡിതന്മാര് ഒന്നാമത്തെ കാര്യം ഹദ്ദ് മാത്രമേ നിർബന്ധാവുള്ളൂ, ബാക്കി രണ്ട് സംഗതികളില് സാക്ഷ്യവും അതുപോലെ തന്നെ ഈ ഫാസിഖ് എന്നുള്ള ഒരു പദവി ആവുക എന്നുള്ളതും അതിന്ന് മുക്തി നൽകപ്പെടും എന്ന് നിരീക്ഷിക്കുന്നവരും ഉണ്ട്. അപ്പോ പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങള് അനുഷ്ഠിക്കുന്നവനായി മാറുകയാണെങ്കിൽ അധർമ്മിയല്ലാതായി മാറും എന്നത്, ഫാസിഖ് അല്ലാതായി മാറും എന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ഇല്ലല്ലദീന താബു എന്ന് പറഞ്ഞ കാര്യം, പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ എന്ന് പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളിലും ആപ്ലിക്കബിൾ ആണ് എന്ന നിലക്ക് ചിലര് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ അത് അത്ര പ്രബലമൊന്നുമല്ല. പിന്നെ തെളിവ് ഹാജരാക്കാൻ കഴിയാത്തതിനാൽ മാത്രം ഒരാള് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വ്യാജമാവില്ലല്ലോ. ഒരാൾ ആരോപണം ഉന്നയിച്ചു, വ്യഭിചാര ആരോപണം ഉന്നയിച്ചു, പക്ഷെ അയാൾക്ക് 4 സാക്ഷികളെ ഹാജരാക്കാൻ പറ്റിയില്ല എന്നതുകൊണ്ട് മാത്രം അയാൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്, അയാൾ കള്ളം പറഞ്ഞതാണ് എന്ന് വരികയില്ല. അതുകൊണ്ട് ഈ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇത്തരം ഒരു തെറ്റ് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്നതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അതങ്ങനെ നാടാകെ പാടി നടക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് സത്യവിശ്വാസികൾ ഒരിക്കലും തന്നെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക സമൂഹത്തിന് അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. വ്യഭിചാരമൊക്കെ ഉണ്ടാവും, വ്യഭിചാര വൃത്തി പോലെയുള്ള അധാർമികത ഒക്കെ ഉണ്ടാവാം, രഹസ്യമായിട്ടൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാകാം. പക്ഷെ അത് പൊട്ടിപ്പാടി നടന്ന് സമൂഹത്തിൽ ഒരു വലിയ വിഷയമാക്കി സമൂഹത്തില് ധാർമ്മികതയുടെ ഒരു കവചം സുഷിരങ്ങൾ വീണതാണ് എന്ന് വരുത്തി തീർക്കരുത്. അങ്ങനെ വരുത്തി തീർത്താൽ അത് സമൂഹത്തിന് തന്നെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് സമൂഹത്തിന് കൊണ്ടുപോകുന്നതിന് തുല്യമായി മാറും. അതുകൊണ്ട് അക്കാര്യത്തില് സൂക്ഷ്മത പുലർത്തുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ ഖദ്ഫ് നടത്തിയ ആൾക്കെതിരിൽ നടപ്പിലാക്കപ്പെടുന്ന ഹദ്ദ് 80 അടി, അത് വ്യഭിചാരിയെ അടിക്കുന്നത് പോലെയുള്ള അത്രയും കടുപ്പത്തിലുള്ള അടി ആവരുത്, അല്പം മയത്തിലുള്ളതാവണം എന്നും പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അത് തെളിവ് ഹാജരാക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ, അത് തെറ്റാണ് എന്നൊന്നും സ്ഥാപിതമാവുന്നില്ലല്ലോ ശിക്ഷ നടപ്പിലാക്കുന്നതിലൂടെ. അപ്പോ അതുപോലെ മറ്റൊരു വിഷയം, ഒരാള് വ്യഭിചാരാരോപണം ആവർത്തിച്ച് നടത്തുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ ആവർത്തിച്ച് നൽകേണ്ടതുണ്ട്. ഒരു ആരോപണം ഉന്നയിച്ച ആള് ശിക്ഷ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ വീണ്ടും അത് വിളിച്ചു പറയാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കിയതിന്റെ ശേഷം വീണ്ടും അയാൾ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് വേണ്ടതില്ല, ഒരിക്കലേ ശിക്ഷ നടപ്പിലാക്കേണ്ടതുള്ളൂ എന്നാണ് പ്രമുഖരായ പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാള് ഒരുപാട് പേരെ കുറിച്ചാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെങ്കിലും അവരുടെ ഓരോരുത്തരുടെയും കാരണത്തില് ഇയാൾക്ക് ഹദ്ദ് നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നൊരു വിഷയവും കർമ്മശാസ്ത്രത്തില് ഉയർന്നു വരുന്ന കാണാം. ഒരു സംഘത്തിനെതിരിലാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ ആ സംഘത്തിൽ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് ഓരോരുത്തർക്കും വേണ്ടി 80 അടി നൽകേണ്ടതുണ്ടോ എന്നത്, അങ്ങനെ ഓരോ ഇരയാക്കപ്പെട്ട ഓരോ ആൾക്ക് വേണ്ടിയും 80 അടി നൽകേണ്ടതുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഓൺ ദ ഹോൾ അത് പൊതുവായിട്ട് ഒരിക്കലേ നടപ്പിലാക്കേണ്ടതുള്ളൂ. മറ്റൊരാൾക്ക് എതിരിലാണ് പിന്നീട് ആരോപണം ഉന്നയിക്കുന്നത് എങ്കിൽ മാത്രമാണ് വീണ്ടും അയാൾ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലുള്ള ശിക്ഷക്ക് അർഹനാകുന്നത് എന്നാണ് അക്കാര്യത്തില് ഒരു സ്വീകാര്യമായ ഒരു നിർദ്ദേശമായിട്ട് കാണാൻ സാധിക്കുക.
അപ്പൊ ഇതിലൊക്കെ ഇതിന്റെ ഇത്തരം വിശദാംശങ്ങളിലൊക്കെ ചെറിയ അഭിപ്രായ ഭിന്നതകളും വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും ഒക്കെ പലരും രേഖപ്പെടുത്തി കാണാൻ കഴിയും. അത് സ്വാഭാവികവുമാണ്. ആളുകളുടെ ചിന്തയും വിലയിരുത്തലും വൈവിധ്യമുള്ളതായിരിക്കും. അവരുടെ പല ആംഗിളിലായിരിക്കും ഓരോരുത്തരും അതിനെ നോക്കി കാണുന്നുണ്ടാവുക. അതിനനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വ്യഭിചാര ആരോപണം എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. ശിക്ഷ ഇളവ് നൽകപ്പെടാതെ തന്നെ അതിന് ശിക്ഷ നടപ്പിലാക്കുക എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. മാപ്പാക്കുകയോ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയോ ഒന്നും ചെയ്യുക എന്നുള്ളത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പാടുള്ള ഒരു കാര്യമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് സംബന്ധമായിട്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് നൂറിലെ 4-5 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2ാം ദിവസ ചർച്ചയാണ് നമ്മൾ ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.